മനുഷ്യനെ എങ്ങനെ നശിപ്പിക്കാമെന്ന സാത്താന്മാരുടെ ചർച്ചയ്ക്കിടെ അത്യാഗ്രഹത്തിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി പറഞ്ഞു, ഞാൻ എല്ലാവരിലും അതിമോഹം നിറച്ച് മനുഷ്യരെ നശിപ്പിക്കാം. എന്നാൽ ഭക്ഷണത്തിന്റെയും മദ്യപാനത്തിന്റെയും മന്ത്രി പറഞ്ഞു, ഞാൻ എല്ലാവരെയും ലഹരി കൊടുത്ത് ഉന്മത്തരാക്കി നശിപ്പിക്കാമെന്ന്. എന്നാൽ അലസതയുടെ മന്ത്രി പറഞ്ഞു, ഞാൻ എല്ലാ മനുഷ്യരെയും അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച കാര്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കാം. എന്നിട്ട് അവരത് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇപ്പോ വേണ്ട, അത് പിന്നീട് ചെയ്യാം എന്ന് ഞാൻ അവരോട് പറയും. ഇത് കേട്ട സാത്താന്മാരുടെ രാജാവിന് സന്തോഷമായി. പ്രിയമുള്ളവരെ, ഒരു ശിക്ഷാ നിയമത്തിൽ ഉൾപ്പെടാത്ത കുറ്റകൃത്യമാണ് ചെയ്യേണ്ട കാര്യം കൃത്യസമയത്ത് ചെയ്യാതിരിക്കുക എന്നത്. ഒരാളെ ഇല്ലാതാക്കാൻ അയാളെ തുറുങ്കിലടക്കുകയോ പുറത്താക്കുകയോ ചെയ്യേണ്ടതില്ല. ആത്മപ്രചോദനമുള്ളവർ അതെല്ലാം മറികടന്ന് ഉയരങ്ങളിലെത്തും. എന്നാൽ ഉള്ളിലെ അലസത എത്ര കഴിവുള്ളവരെയും നിർജീവമാക്കി നശിപ്പിക്കും. സ്വയം നിശ്ചലമാകുന്നതിന്റെ തെളിവുകളൊന്നും എങ്ങും പ്രദർശിപ്പിക്കണമെന്നുമില്ല. ഒരാഘാതവും സൃഷ്ടിക്കാത്തതുകൊണ്ട് നിശബ്ദ മരണങ്ങളായി പല ജീവിതങ്ങളും അവസാനിക്കും. ഒരു പദ്ധതിയും 100% വിജയം ഉറപ്പാക്കി നടപ്പാക്കാനാവില്ല. ഏറ്റവും നല്ല സമയം നോക്കിയും എല്ലാം തുടങ്ങാനുമാവില്ല. ഒന്നും പിന്നീടത്തേക്ക് മാറ്റിവെക്കാതെ ആത്മധൈര്യത്തോടെ തുടങ്ങുക, എന്നാൽ മാത്രമേ തുടരാൻ പറ്റൂ. തുടങ്ങാത്തതെല്ലാം അദൃശ്യമായി അവസാനിക്കും.